ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാലമ്പല ദർശനം, കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തെക്കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ കൊല്ലം 3-4 വർഷമായിട്ട് ഇപ്പോൾ നാലമ്പല ദർശനം ചെയ്യാറുണ്ട്. അടുത്ത വർഷവും ചെയ്യാൻ പറ്റണേ എന്നാണ് ആഗ്രഹം. മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറേ ആൾക്കാർ, അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, പോണ വരെ എനിക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണെന്നുള്ളതും കേട്ടിട്ടുണ്ടെന്നല്ലാതെ. അപ്പോൾ പോയി കഴിയുമ്പോഴാണല്ലോ നമുക്കറിയുന്നത്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ആർക്കെങ്കിലും അറിയണമെങ്കിൽ അറിയും ചെയ്യാലോ. അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്ത് നരസിംഹമൂർത്തി അമ്പലമുണ്ട്. അവിടെ നിന്നാണ് എല്ലാ കൊല്ലവും നാലമ്പലത്തേക്ക് പോകാറ്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഒരു 5 മണിക്ക് പുറപ്പെട്ടിട്ട് തൃപ്രയാറ് ഒരു 7-8 മണിക്ക് ആയപ്പോഴേക്കാണ് എത്തിയത്. അവിടെ ചെല്ലുമ്പോൾ നല്ല ക്യൂ ആണ് കേട്ടോ. തൊഴാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, നല്ല തിരക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എന്നാൽ തിരിച്ചു വരുമ്പോൾ അവിടെ തൊഴാമെന്ന് വെച്ച് പുറത്തു കൂടെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് പോന്നു. പിന്നെ നമ്മൾ പോയത് നേരെ കുടൽമാണിക്യം ക്ഷേത്രത്തിലേക്കാണ്, ഇരിങ്ങാലക്കുട. അവിടെ പിന്നെ അത്ര തിരക്കില്ലായിരുന്നു, നമുക്ക് വേഗം സുഖമായിട്ട് തൊഴാൻ പറ്റി, കുഴപ്പമില്ല. പിന്നെ ലക്ഷ്മണ പെരുമാൾ അമ്പലത്തിലേക്ക് മൂടിക്കൊള്ളുള്ളത്, അവിടേക്ക് പോയി. അവിടെയും നമുക്ക് വേഗം തന്നെ തൊഴാൻ പറ്റി. പിന്നെ അന്ന് നല്ലൊരു മഴ ദിവസമാണെങ്കിൽ കൂടി നമുക്ക് ഇവിടെ നമ്മൾ ഷൊർണൂരാണല്ലോ സ്ഥലം. അപ്പോൾ ഷൊർണൂർ നല്ല മഴയായിരുന്നു. പക്ഷെ നമ്മൾ പോയപ്പോൾ അവിടെ വലിയ മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ. നമുക്ക് നല്ല സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റി. പിന്നെ നമ്മൾ പോണത് ലക്ഷ്മണസ്വാമിയുടെ കഴിഞ്ഞ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം പായമ്മലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മളിവിടെ എത്തി കേട്ടോ. ഉച്ചയ്ക്കായപ്പോഴെത്തിയത്. അവിടെ 2 മണി വരെ ദർശനമുണ്ട്. കാരണം കുറേ ദൂരം നിന്ന് ആൾക്കാർ വരല്ലേ. അപ്പോൾ എല്ലാവർക്കും 2 മണി വരെ ദർശനമുണ്ട്. അപ്പം നമ്മളവിടെ തൊഴുതു. അവിടെ പക്ഷെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു. അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, അവിടെ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ നേരെ വണ്ടിയിൽ കയറിയിട്ട് അവിടെയാണെങ്കിൽ ഷോപ്പിംഗ് നടത്താൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ അത്ര വിലയില്ല, അവിടെ ഒരു ചീപ്പ് റേറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. പിന്നെ നമ്മൾ പോണത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കാണ്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെയും പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വൈകിട്ട് ഒരു 6 മണിയോടുകൂടി, 5-6 മണിയോടുകൂടി വീണ്ടും തൃപ്രയാർക്ക് തിരിച്ചു വരികയാണ്. തൃപ്രയാർ തിരിച്ചു വന്ന് ശ്രീരാമസ്വാമിയുടെ അവിടെ ചെല്ലുമ്പോൾ തീരെ തിരക്കില്ല. വൈകിട്ട് അവിടെ ഭയങ്കര തിരക്ക് കുറവാണ്, നമുക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റി. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ വീട്ടിലോട്ട് തിരിക്കുക, അതാണ് ഉണ്ടായത്. എന്തായാലും യാത്ര വളരെ സുഖമായിട്ട് പോകാനും തൊഴാനും ഒക്കെ സാധിച്ചു. പിന്നെ ഇത് തികച്ചും ഭക്തിപരമായ വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഭക്തിയുള്ളവർ മാത്രം കാണുക.